കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലത്തിങ്കൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പിന്നെയും കർത്താവിന്റെ പാദാന്തിയെ കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ സാവകാശം ഒരുക്കി തന്നു. നമ്മുടെ വചനദീപ്തിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം അനുഗ്രഹീതമായ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുവാൻ നമ്മുടെ മധ്യത്തിലെ ഗുജറാത്തിൽ നിന്ന് പാസ്റ്റർ ബെനഡിക്ട് ബാബു നമ്മളോടൊപ്പം ഇന്ന് പകൽക്കാലം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിട്ടുണ്ട്. കർത്തദാസിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിനെ ഞങ്ങളുടെ വചനദീപ്തിയുടെ സാക്ഷി കൂടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ഇന്ന് പകൽക്കാലത്തിങ്കൽ ഗുജറാത്തിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഗുജറാത്തിൽ നിന്ന് ഏത് സ്ഥലത്ത് നിന്നാണ്, എത്ര കാലമായി ഗുജറാത്തിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നുവെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പേര് ബെനഡിക്ട് ബാബു എന്നാണ്. ഞാൻ ഗുജറാത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു പാസ്റ്റർ ആയിട്ട്, മിഷണറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 19 വർഷമായിട്ട് ഇവിടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. പാസ്റ്റർക്ക് മക്കള്, വൈഫ്, എത്ര മക്കളാണുള്ളത്? എന്റെ ഭാര്യയുടെ പേര് സൗമി എന്നാണ്. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകന്റെ പേര് ഫെയ്ത്ത്, ഇളയാള് കെസി. മകൻ മെഡിസിന് പഠിക്കുന്നു, മോള് നേഴ്സിംഗിന് ചെയ്തുകൊണ്ടിരിക്കുന്നു. മുതിർന്ന കുട്ടികളാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പാസ്റ്ററെ, നമുക്ക് സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കും മുൻപായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനുഗ്രഹീത കർത്തൃവൃത്തിനെ ഞങ്ങളുടെ നടുവിലേക്ക് കൂട്ടി വരുത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കാലാകാലങ്ങളില് അവിടുത്തെ മുന്തിരിത്തോപ്പിൽ അധ്വാനിക്കുവാൻ കർത്താവിന്റെ അഭിഷിക്ത ഗണങ്ങളെ അങ്ങിങ്ങായി വേർതിരിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ അഭിഷിക്ത ദാസനെ അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇന്ന് പകൽ വേളയെങ്കിൽ കർത്താവെ, തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ സാക്ഷ്യവാചകങ്ങൾ കൂടി അറിയിക്കുമ്പോൾ കർത്താവെ, അനേകായിരങ്ങളിലേക്ക് സാക്ഷ്യം എത്തപ്പെടുവാൻ, അനേക ജീവിതങ്ങൾക്ക് ഒരു മാനസാന്തരവും ജീവിതത്തിൽ നിരാശ അനുഭവിക്കുന്നവർക്ക് ഒരു വിടുതലും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നതിന് ഒരു കാരണവുമാക്കി തീർക്കേണ്ടതിനായിട്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ വൻ പ്രവൃത്തി അങ്ങയുടെ അഭിഷിക്തന് മേൽ വെളിപ്പെടുത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് ഏൽപ്പിക്കട്ടെ, കുഞ്ഞുങ്ങളെ 2 പേരെ ഏൽപ്പിക്കട്ടെ. കർത്തദാസിക്കായിട്ട് സ്തോത്രം. കർത്താവിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ. കുടുംബമായി അവരെ ഏൽപ്പിക്കപ്പെട്ട സ്ഥാനത്ത് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവെ, അങ്ങയുടെ ദാസൻ ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന സകല വേലകൾക്കായിട്ടും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കർത്തനാമത്തിന്റെ മഹത്വത്തിനായിട്ട് കർത്താവ് തന്റെ ദാസനെ ഉപയോഗിക്കണം. തുടർന്നുള്ള സാക്ഷ്യങ്ങൾ കർത്താവെ തന്റെ ജനത്തോട് പങ്കിടുവാൻ കർത്താവ് തന്റെ ദാസനെ സഹായിക്കണം. സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവെ, ഈ യൂട്യൂബിലൂടെയും ഇത് കേൾക്കുന്ന മറ്റു മീഡിയകളിലൂടെയും ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ സാക്ഷ്യം ഏറെ അനുഗ്രഹത്തിന് കാരണമാക്കേണ്ടതിനായിട്ട് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ വേള അപ്പന്റെ കരങ്ങളിലേക്ക് സമസ്ത വിഷയത്തെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. പാസ്റ്ററെ, ഞങ്ങളുടെ വചനദീപ്തിയുടെ പ്രേക്ഷകരോടൊപ്പം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവിൽ കടന്നു വന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ തന്നെ തികഞ്ഞ ആദരവോടും വളരെ സ്നേഹത്തോടും കൂടി കർത്തദാസനെ സാക്ഷ്യത്തിനായിട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നു. തുടർന്ന് കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യം പറയാൻ സാവകാശമുണ്ട്. കർത്താവിന്റെ ദാസൻ തുടർന്നാട്ടെ. അതിപരിശുദ്ധമായ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഈ ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ ബീന സിസ്റ്റർക്കും ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയംഗമായ നന്ദി ഈ തരുണത്തിൽ പ്രകാശിപ്പിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ കർത്താവ് ചെയ്ത ചില, എങ്ങനെ ഞാൻ കർത്താവിനെ അറിഞ്ഞു, എങ്ങനെ കർത്താവിലേക്ക് വന്നു എന്ന് ചുരുക്കമായി നിങ്ങളുമായി ഷെയർ ചെയ്യുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ സാക്ഷ്യത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹവും വിടുതലുമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. നമുക്കറിയാം, ഇന്നുവരെയും മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് നമുക്ക് ഏറ്റവും തുണയായി തീരാം. എവിടെയൊക്കെ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടോ, ഏതൊക്കെ വ്യക്തിയുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടോ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളിൽ, നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളിൽ
ആ അനുഭവ സാക്ഷ്യങ്ങൾ ഇന്നയോളം നമുക്ക് ആശ്വാസവും വിടുതലുമായി മാറിയിട്ടുണ്ട്. ഞാൻ ഇന്ന് പകൽ വിശ്വസിക്കുന്നു, എന്റെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതം ധന്യമാകാൻ പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ദുഃഖത്തിൽ ഇരിക്കുന്ന വ്യക്തിയാകാം, നിരാശയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാകാം, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാകാം. പക്ഷെ ഞാൻ പറയുന്നു, പ്രിയ സ്നേഹിത, ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് വ്യത്യാസപ്പെടുത്താൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുള്ളതാക്കി മാറ്റുന്ന, നിങ്ങളുടെ ജീവിതത്തിന് ഭംഗിയുള്ളതാക്കി മാറ്റുന്ന, നിങ്ങളുടെ ജീവിതത്തിന് നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും നടത്തുന്ന യേശു ക്രിസ്തുവിനെയാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതം, ഞാനൊരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടതെങ്കിലും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയോ അങ്ങനെ കണ്ടിന്യൂസ് ആയി പള്ളികളിൽ പോകുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ദൈവമേ എന്നുള്ള ചിന്തയും വിശ്വാസവും ഒക്കെ ഉണ്ട്. ചെറിയ സമയങ്ങളിൽ ഞാനും അത് ബൈബിൾ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, അത് വേദോപദേശ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും ആഴമായ പ്രാർത്ഥനയോ വിശ്വാസമോ അങ്ങനെ ഒന്ന് എന്റെ ജീവിതത്തിലില്ലായിരുന്നു. എന്റെ കുടുംബത്തിലുള്ള എന്റെ മാതാവ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ മറ്റുള്ളവർ അത്രത്തോളം പ്രാർത്ഥനയിൽ അത്രയും താല്പര്യത്തോടെ വാഞ്ചയോടെ അതിനെ കണ്ടവരല്ലായിരുന്നു. എന്ന് ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ദൈവത്തിന്റെ മഹാകരുണയാൽ ഈ സുവിശേഷത്തിന്റെ സത്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വരാനുണ്ടായ ഏറ്റവും പരമപ്രധാനമായ ഒരു കാരണം, ഈ പ്രാർത്ഥനയിലേക്ക്, പെന്തക്കോസ് ആരാധനയിലേക്ക്, പെന്തക്കോസ് പ്രാർത്ഥനയിലേക്ക് പോകുവാനുണ്ടായ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം, എൻ്റെ മാതാവിന്റെ സഹോദരി, എൻ്റെ ആന്റി, അദ്ദേഹത്തിന്റെ ഭർത്താവ് അങ്കിൾ വളരെ സുഖമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. TB നിമിത്തം അദ്ദേഹം വളരെ ശാരീരികമായി തകർന്ന ഒരവസ്ഥയിലെത്തി. അങ്ങനെ ഒത്തിരി അവർ ഭാരപ്പെട്ടു. അവർ ആശ്രയിക്കാവുന്ന തരത്തിലൊക്കെ അവര് മറ്റുള്ളവരെ ആശ്രയിച്ചു, ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചു. അങ്ങനെ ഒരു മരണത്തിന്റെ വക്കിലേക്ക് എത്തി. ആ ഇരിക്കുന്ന സമയത്താണ് യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുവാനും പ്രാർത്ഥനയെ കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുവാനും തമ്പിയുടെ ഹൃദയം എന്ന ആ ചെറിയ ലഘുലേഖകൾ അദ്ദേഹത്തെ വല്ലാതെ ചലഞ്ച് ചെയ്യുവാൻ ഇടയായി തോന്നുന്നു. അങ്ങനെ അത് വെച്ച് അദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടി, അങ്ങനെയുള്ള ആ താല്പര്യം, അത് പ്രാർത്ഥനയെ കുറിച്ച്, ദൈവത്തോട് അടുക്കുന്നതിനെ കുറിച്ചുള്ള ഒത്തിരി ഇൻട്രസ്റ്റ് അദ്ദേഹത്തിലേക്ക് വർദ്ധിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ചിലർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ സുവിശേഷ പ്രതികളുമായി വരികയും പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുകയും ചെയ്തു. കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലായിരുന്നു അദ്ദേഹം ആ സമയത്ത്. അങ്ങനെ അവരുടെ നിർബന്ധത്തിൽ അവരുടെ ആ പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ച നിമിത്തം ഒരു ദിവസം അവർ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. എൻ്റെ ആന്റി പോയി, എൻ്റെ അങ്കിൾ പോയി. അങ്ങനെ ആ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഒത്തിരി അർത്ഥവത്തായി. അതുവരെ ഇനി ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് ഒരു പ്രതീക്ഷയിലായിരുന്നു. ഇനി മരണം മാത്രമേ മുമ്പിലുള്ളൂ എന്ന് ചിന്തിച്ച ഇടത്ത് പ്രാർത്ഥനയിൽ പോയ നിമിത്തം, പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹം അവിടെ ഉള്ളത് കൊണ്ട്, പോളയത്തോട് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലാണ് അവർ ആദ്യമായി അറ്റൻഡ് ചെയ്ത മീറ്റിംഗ്. അങ്ങനെ അവിടെയുള്ള ദൈവമക്കൾ, അവിടെയുള്ള ദൈവത്തിന്റെ ദാസന്മാർ ചേർന്ന് പ്രാർത്ഥിച്ച നിമിത്തം ആ വ്യക്തിയിൽ വലിയ വ്യത്യാസം ദൈവം നൽകി. അദ്ദേഹത്തിന്റെ മരണക്കിടക്കയെ ദൈവം മാറ്റിമറിച്ചു. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് വലിയ വിശ്വാസം വന്നു, ആന്റിയിൽ വലിയ വിശ്വാസം വന്നു. അവർ കർത്താവിനെ പിന്തുടരുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ദിവസം എന്റെ മാതാവിനെയും അവർ പ്രാർത്ഥനയ്ക്കായി കൊണ്ടു. താല്പര്യമൊന്നുമില്ലായിരുന്നു, പ്രാർത്ഥനയ്ക്ക് പോകാൻ വിളിച്ചാൽ പോകില്ലായിരുന്നു. പക്ഷെ എങ്കിലും ഞാൻ പറയട്ടെ, നമുക്ക് മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയാണ്, കൊല്ലത്ത് പോവുകയാണ്. അങ്ങനെ പോയ സമയത്ത് നമുക്ക് വേറൊരു വീട്ടിലൂടെ കയറാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെയുള്ള റോസ് കോട്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു അമ്മാമ്മയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അന്ന് അവിടെ ഒരു പ്രാർത്ഥന നടക്കുന്ന സമയമായിരുന്നു. അഞ്ചൽ ജോർജ് ചാൻ എന്ന് പറഞ്ഞ ഒരു ദൈവത്തിന്റെ ദാസൻ, കൃതാശക്തമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭിഷിക്തനായിരുന്നു ആ കാലഘട്ടത്തിലെ. അദ്ദേഹത്തിലൂടെ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ അരുളപ്പാടുകൾ വ്യക്തമായി എന്റെ മാതാവ് കേൾക്കുകയുണ്ടായി. ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അദ്ദേഹം വിളിച്ചു പറയുകയുണ്ടായി. ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനമില്ലാത്ത അവസ്ഥകൾ അദ്ദേഹം വിളിച്ചു പറയുകയുണ്ടായി. അങ്ങനെ എന്റെ മാതാവ് അന്ന് പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഇടയായി. അങ്ങനെ പ്രാർത്ഥനയെ കുറിച്ചുള്ളൊരു വലിയ
ആഗ്രഹം, വലിയ താല്പര്യം ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുവാനുണ്ട്. പക്ഷേ ഞാനോ എന്റെ പിതാവോ എന്റെ സഹോദരനോ എന്റെ രണ്ട് സഹോദരിമാരോ ഇവരൊന്നും ഈ പ്രാർത്ഥനയെ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ എന്റെ മാതാവ് നിരന്തരം പ്രാർത്ഥിക്കുവാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ. സത്യം അറിഞ്ഞൊരു വ്യക്തിക്ക് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. സത്യം അറിഞ്ഞൊരു വ്യക്തിക്ക് അതേ ഒരിക്കലും മിണ്ടാതിരിക്കുവാൻ കഴിയുകയില്ല. നിരന്തരം ഞങ്ങളെ ഉപദേശിക്കാൻ തുടങ്ങി, നിരന്തരം ഞങ്ങളോട് സംസാരിക്കുവാൻ തുടങ്ങി, നിരന്തരം ഞങ്ങളെ വചനത്തിന്റെ അർത്ഥങ്ങളെ പറഞ്ഞു തരുവാൻ. പക്ഷെ ഞങ്ങളെല്ലാം ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റൊരു ചെവിയിലൂടെ തള്ളിക്കളയുന്ന അനുഭവങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവീക സമാധാനവും അന്തരീക്ഷത്തിലേക്ക് വരുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. അങ്ങനെ കുടുംബത്തിലൊരു സമാധാനമില്ലാത്ത അനുഭവം ഉണ്ടായിരുന്നു. ദുഃഖത്തിന്റെ വേളകളായിരുന്നു, നിരാശയുടെ വേളകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ അത് പ്രാർത്ഥനയ്ക്ക് പോയ നിമിത്തം ആ അന്തരീക്ഷം മാറാൻ തുടങ്ങി. ദൈവത്തിൻ്റെതായ വലിയ പ്രവൃത്തി ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഓരോരുത്തരിലും സംഭവിക്കുവാനിടയായി. എന്റെ രണ്ട് സഹോദരന്മാരും യേശുവിനായി അവർ സമർപ്പിച്ചു. അവർ കർത്താവിനെ അതേ വചനം അനുസരിക്കുവാൻ, കർത്താവിനായി ചേരുവാനാണ് എന്റെ പിതാവ് പൂർണ്ണമായി സമർപ്പിച്ചു. അങ്ങനെ അവർ 4 പേര് ദൈവത്തെ ആരാധിക്കുന്നു. പിന്നെയും 2 പേർ ബാക്കിയായിരുന്നു. ഞാനോ എന്റെ സഹോദരനോ ഈ കാര്യത്തിൽ താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥനയിൽ ഇരിക്കില്ലായിരുന്നു, പ്രാർത്ഥിക്കില്ലായിരുന്നു. എന്നാൽ എന്റെ മാതാവ് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ സഹോദരിമാർ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ പിതാവ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. അങ്ങനെ അവരുടെ പ്രാർത്ഥനയിലൂടെ ഞാൻ ചന്ദനത്തോപ്പ് IT-യിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നിരന്തരമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്കൊന്ന് വരാൻ വേണ്ടി, ഞാൻ ദൈവത്തെ വിളിക്കാൻ വേണ്ടി അവർ നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ. ഒരു ദിവസം ഉച്ച സമയത്ത് എന്റെ മാതാവ് ഇങ്ങനെ അത് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, എന്നും പ്രാർത്ഥിക്കാറുണ്ട്, ആ ഉച്ച സമയത്ത് ഒരു ദർശനം എന്റെ മാതാവിന് ദൈവം നൽകി. ആ ദർശനം ഇങ്ങനെയാണ്: എന്റെ ശരീരത്തു കൂടി ഒരു പ്രൈവറ്റ് ബസ് കയറി ഇറങ്ങുന്ന ഒരു ദർശനം. കയറി ഇറങ്ങുന്നു, ഞാൻ രക്തത്തെ കുളിച്ചു കിടക്കുന്ന അനുഭവം. അത് കണ്ട് ഒത്തിരി വേദനിച്ചു, ഒത്തിരി കരയാൻ തുടങ്ങി. ദൈവമേ, എന്റെ മകനെ രക്ഷിക്കണമേ, അവന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന വലിയ അനർത്ഥത്തിൽ നിന്ന് വിടിവിക്കണമേ എന്ന് ശക്തമായി പ്രാർത്ഥിക്കുക. ആ സമയത്ത് ഞാൻ ചന്ദനത്തോപ്പിൽ നിന്നും കുണ്ട്രയിലേക്ക് യാത്ര ചെയ്യുവാൻ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയ സമയമാണ്. ആ ബസ്സിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായി. കാരണം ഫുട്ബോളിൽ നിന്ന് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുന്ന അനുഭവമാണ്. അകത്തെ കയറത്തക്കത്തുള്ള ഒരു അവസരവും ഇല്ലായിരുന്നു. അത്രത്തോളം ജനം തിങ്ങി നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു ആ ബസ്. ബസ് മുന്നോട്ട് നീങ്ങി. എന്റെ മനസ്സിൽ അതുവരെ ഇല്ലാത്തൊരു ചിന്ത, ഈ പോക്ക് ശരിയാകില്ല. എന്നുവെച്ചാൽ എന്റെ ഒരു കൈ മാത്രമേ പിടിക്കാൻ പറ്റത്തുള്ളൂ, മറ്റൊരു കയ്യിൽ എന്റെ ബുക്സ് ഉണ്ട്, അതെ എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന്. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോ എനിക്ക് കഴിയില്ല, ഇനി ഒരുപാട് വണ്ടി സ്പീഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന എനിക്ക് തന്നെ എന്റെ ചിന്തയിലേക്ക് അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിൽ വരുവാൻ തുടങ്ങി. എന്തോ നിന്റെ ജീവിതത്തെ സംഭവിക്കാൻ പോകുന്നു, നിന്റെ ജീവിതത്തിൽ വലിയ അനർത്ഥം വരാൻ പോകുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നും ചാടുവാനിടയായി. പക്ഷെ ചാടി ഞാൻ റോഡിന്റെ നടുക്ക് വീണു. പുറകിൽ വന്ന ഈ പ്രൈവറ്റ് ബസ്സുകൾ മത്സര ഓട്ടം നടത്തുന്ന സമയമാണ്. പുറകിൽ വന്ന ബസ് ബ്രേക്ക് ചെയ്തു. ഞാൻ ഏകദേശം വീലിന്റെ അടിയിലേക്ക് പോയി. പക്ഷേ അത്ഭുതകരമായി വീല് എന്റെ മുകളിൽ കയറുന്നതിന് മുമ്പ് ദൈവം എന്നെ വിടിവിപ്പാനിടയായി. ഇത്ര വലിയ ആൾക്കാരെല്ലാം ഓടിക്കൂറി, എല്ലാവരും ഓടി വന്ന് എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് എന്റെ മുട്ട് മുറിഞ്ഞു. അങ്ങനെ വേണ്ടവണ്ണ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ പറയട്ടെ, ആ വലിയ അനർത്ഥത്തിൽ നിന്നും ഞാൻ അന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ മാതാവ് കണ്ണുനീരോടെ കാത്തിരിക്കുകയും. ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മോനെ, നീക്ക് ഇന്നൊരു ആക്സിഡന്റ് പറ്റുന്നത് ഞാൻ കണ്ടിരുന്നു, ഞാൻ നിനക്ക് വേണ്ടി കണ്ണുനീർ ഒഴിച്ചു. ഞാൻ പറഞ്ഞു, അത് യാഥാർത്ഥ്യമായി. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആക്സിഡന്റിലൂടെ ഞാൻ കടന്നു. പക്ഷെ എങ്കിലും ഇത്ര വലിയൊരു കാര്യം ദൈവം എനിക്ക് വേണ്ടി ചെയ്തിട്ടും, ഇത്ര വലിയൊരു ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും എനിക്ക് പ്രാർത്ഥിക്കാനൊരു മനസ്സില്ലായി, പ്രാർത്ഥനയ്ക്ക് പോകാനൊരു മനസ്സെനിക്കില്ല. എന്നെ പോലെ ചെറുപ്പക്കാരായ ആരും പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഒരു അന്തരീക്ഷമല്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുവാനോ പ്രാർത്ഥനയ്ക്ക് പോകാനോ
അതേ പാട്ടുപാടാനോ കൈയടിക്കുവാനോ ബൈബിൾ കൊണ്ട് നടക്കുവാനോ ഒന്നും ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി. പക്ഷെ എങ്കിലും എന്നെ ദൈവം സ്നേഹിക്കുന്നു. എന്നോട് ദൈവത്തിന് പ്രത്യേക കരുണയുണ്ട്. ഞാൻ പറയട്ടെ, മറ്റൊരു അനർത്ഥം കൂടി എന്റെ ജീവിതത്തെ സമീപിച്ചു. ആ അനർത്ഥം ഇങ്ങനെയാണ്. എന്റെ അടുത്തൊരു കായലുണ്ട്, അഷ്ടമുടി കായൽ. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ കായലിൽ ഒരു ദിവസം ഞാൻ വള്ളത്തിൽ യാത്ര ചെയ്തു. ഞാനും എന്റെ കൂടെ അതെ മറ്റ് 3 പേരുമുള്ള ഒരു സമയം ഞങ്ങൾ ഇങ്ങനെ തമാശയ്ക്ക് അതെ വെള്ളത്തിൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു സമയത്ത് ചൂണ്ടയിടാനായിട്ട് പോയതാണ്. പക്ഷെ എന്തുകൊണ്ടോ ഞങ്ങളുടെ വള്ളം മറിഞ്ഞു. ഞാൻ വെള്ളത്തിന്റെ അടിയിൽ പോയി. പൊങ്ങി വന്ന് നീന്തി കരയെ കയറണം എന്ന വലിയ ഉത്സാഹത്തോട് വരുന്നു. അത്ര വലിയ നീന്തവും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തുകൊണ്ടോ എന്റെ തല വന്ന് വള്ളത്തിലിടിച്ച് എനിക്ക് പൊങ്ങി വരാൻ പറ്റി. ഞാൻ ആകപ്പാട് അത് എന്താ സംഭവിക്കാനില്ല. ഞാൻ ഒത്തിരി വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചത് വരെ എനിക്കറിയത്തുള്ളൂ പിന്നെ എന്താ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ അതേ മരണത്തിന്റെ വക്കിലേക്ക് പോകാൻ തുടങ്ങി. വെള്ളം അതേ കുടിക്കുന്നോർ ഞാൻ താണുകൊണ്ടേയിരുന്നു. എനിക്ക് രക്ഷയില്ലാത്തൊരനുഭവം. അതുവരെ പ്രാർത്ഥിക്കാത്ത, അതുവരെ നിലവിളിക്കാത്ത, അതുവരെ ദൈവത്തോട് കരയാത്ത ഞാൻ വാസ്തവമായി കരയാം. വാസ്തവമായി ഞാൻ നിലവിളിച്ചു, ദൈവമേ അങ്ങനെ രക്ഷിക്കണം, യേശുവേ അങ്ങനെ രക്ഷിക്കണമേ എന്ന് ഞാൻ ഞാൻ അറിയില്ല എങ്ങനെയോ ഞാൻ അറിയാത്ത ഒരു ശക്തി എന്നിലേക്ക് വന്നു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ കരയിലെത്തി. അന്നു മുതൽ ഞാൻ എൻ്റെ യേശുവിനായി എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു. ഈ സംഭവം, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ സംഭവം, ഇതേപോലെ ഞാൻ വെള്ളത്തിൽ വീണു, ഞാൻ വെള്ളത്തിന്റെ അടിയിൽ പോയി, ഞാൻ വെള്ളം കുടിച്ചു മരിച്ചു പോകുന്ന അനുഭവം എന്റെ മാതാവ് കണ്ടു. അദ്ദേഹം എന്നെ കണ്ടിട്ട് ഒത്തിരി പ്രാർത്ഥിച്ചു. എന്റെ സഹോദരനെ എവിടേക്കാണോ ഞാൻ പോയത് ആ വഴിയിലേക്ക് എന്റെ സഹോദരനെ അയച്ചു. അദ്ദേഹം വന്നപ്പോഴേ ജീവനുള്ള എന്നെയാണ് കണ്ടത്. എന്നോട് യേശു ഇത്രത്തോളം സ്നേഹിക്കുന്നു. ആ ദൈവത്തിന്റെ സ്നേഹം എനിക്കറിയാൻ കഴിയും. ദൈവത്തിന്റെ ആർദ്രത എനിക്ക് മനസ്സിലായി. കർത്താവ് എന്നെ എത്രയോ ഇഷ്ടപ്പെടും, എന്നെ എത്രയോ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ യേശുവിനായി സ്നേഹിച്ചു. ഞാൻ അന്ന് ചർച്ചിൽ പോകുന്ന സമയത്ത് യൗവനക്കാരായി ആരും ഉണ്ടായി, ഞാൻ മാത്രം. പക്ഷേ എങ്കിലും എന്നെ വിടുവിച്ചത് ഓർത്താൽ, എന്നെ രക്ഷിച്ച ആ സംഭവം ഓർത്താൽ എനിക്ക് വീട്ടിൽ അടങ്ങിയിരിക്കട്ടെ. ദീർഘദൂരം നടന്നു വേണം അന്നത്തെ അവിടുത്തെ പെന്തക്കോസ്റ്റ് ചർച്ചിൽ പോകണം. പക്ഷെ പോകാൻ ഞാൻ തയ്യാറാണ്. ഏകദേശം 2-3 കിലോമീറ്റർ നടന്നാൽ മാത്രമേ അവിടെ എത്തി. പക്ഷെ നടന്നു പോകുന്നു. ഭയങ്കര ഉത്സാഹം. എത്രയോ സ്നേഹിക്കുന്ന ദൈവത്തെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. എന്നെ സ്നേഹിക്കുന്ന, എന്നോട് എന്തോ ഒരു പ്രത്യേകതയുള്ള ഈ നല്ല യേശുവിനെ എനിക്ക് അറിയാൻ കഴിയും. അങ്ങനെ ഞാൻ നിരന്തരം പ്രാർത്ഥനയ്ക്ക് വന്നു, ദൈവജനം പഠിക്കുവാൻ. ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. ഞാനൊരു ചരൽക്കുന്നിലെ ഒരു മീറ്റിംഗിൽ പങ്കു. അവിടെ ആ മീറ്റിംഗിൽ വെച്ച് ഞാൻ ദൈവത്തിന്റെ വേലയ്ക്കായിട്ടുള്ള വിളി എന്നിൽ, ഒരു വലിയ പ്രകാശം എന്നിലേക്ക് വന്നു. അവിടെ വേലയ്ക്കായി ആഹ്വാനം ചെയ്യുന്ന ദൈവത്തെ ദാസന്മാരുണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഒന്നും ഞാൻ സമർപ്പിച്ചില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ദൈവത്തിന്റെ വേല ചെയ്യാനുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. ഒരു പാസ്റ്റർ ആകണമെന്നോ മിഷണറി ആകണമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാൻ അറിയാത്ത ഒരു ദൈവ സാന്നിധ്യം എനിക്കറിയാം. എന്നിലേക്ക് ഒരു വലിയ പ്രകാശമാണ്. എന്നെ വേലയ്ക്കായി നിർബന്ധിക്കുന്ന, എന്റെ വേലയിലേക്ക് എന്നെ നയിക്കുന്ന ഒരു ആത്മപ്രവൃത്തി എന്റെ ജീവിതത്തിൽ ആണ്. അങ്ങനെ ഞാൻ ആ ക്യാമ്പിൽ നിന്ന് ഇറങ്ങുന്നു. ഞാനൊരു സമർപ്പണം ചെയ്തു. കർത്താവേ, നീ എനിക്ക് ആയുസ്സ് നൽകിയതാണ്. ഞാൻ തകർന്നു പോകേണ്ടതാണ്, ഞാൻ ജീവിച്ചിരിക്കേണ്ട വ്യക്തി അല്ലായിരുന്നു. പക്ഷെ നീ എന്നോട് കാട്ടിയ സ്നേഹം ഓർത്താൽ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ എന്റെ ജീവിതത്തെ ദൈവവേലയ്ക്കായി സമർപ്പിച്ചു. അങ്ങനെ ഞാൻ ബൈബിൾ കോളേജിൽ പഠനത്തിന് 1994 മുതൽ 97 വരെയുള്ള വർഷങ്ങളിൽ പൊന്നൂരിൽ
ബഥേൽ ബൈബിൾ കോളേജിൽ ദൈവത്തിന്റെ വചനം അഭ്യസിപ്പാൻ ദൈവം അവിടെയും ദൈവം എനിക്ക് വേണ്ടി വഴികൾ തുറക്കും. അങ്ങനെ ഞാൻ ആ പഠനത്തിനായി എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്ന സമയം എന്റെ IT പഠനം കഴിഞ്ഞു. നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി. അങ്ങനെ ജോലിക്കായി അപ്ലൈ ചെയ്യുന്ന ഒരു സമയം വീട്ടിൽ എന്റെ പിതാവ് ആ സമയത്ത് റിട്ടയർഡായി നിൽക്കുന്നു, മിലിറ്ററി റിട്ടയർഡായി വിട്ടു നിൽക്കുന്ന സമയം. മറ്റെന്റെ ജ്യേഷ്ഠന് ജോലിയില്ല, എന്റെ സഹോദരിമാർക്ക് ആർക്കും ജോലിയില്ല. കേവലം ഒരു പെൻഷൻ കൊണ്ട് മാത്രം ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്ന ഒരു സമയം. ഞാൻ ആ പഠിച്ച് ഇറങ്ങിയ ആ സമയത്ത് പലയിടങ്ങളിലും ഞാൻ അപ്ലൈ ചെയ്യുകയുണ്ടായി. അങ്ങനെ അവിടെയുള്ള കൊല്ലത്തുള്ള മീറ്റർ കമ്പനിയിൽ നിന്നും എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ലഭിച്ചു. അന്നത്തെ സമയത്ത് 7500 രൂപ ലഭിക്കുന്ന ഒരു ജോലിക്കായിട്ടാണ് എന്നെ ആദ്യമായി അവർ ശ്രമിച്ചത്. അതേ സമയത്ത് തന്നെ ഞാൻ ദൈവവേലയ്ക്കായി സമർപ്പിച്ചു. അങ്ങനെ ആകെപ്പാട് എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യണം ഒരു കൺഫ്യൂഷനിലേക്ക് എത്തി. എന്റെ കുടുംബത്തിലെ സ്ഥിതിയും, എന്റെ പിതാവ് റിട്ടയർഡായി നിൽക്കുന്ന സമയം, ജ്യേഷ്ഠന് ജോലിയില്ല, സഹോദരിമാർക്ക് ആർക്കും ജോലിയില്ല. അങ്ങനെ നിൽക്കുന്ന ഈ പ്രത്യേക സമയത്ത് എന്റെ പിതാവും എന്റെ സഹോദരങ്ങളൊക്കെ ജോലിക്ക് പോകാൻ വേണ്ടി എന്നെ പ്രേരിപ്പിക്കുന്ന ആ സമയത്ത് ഞാൻ ഭയങ്കരമായ ഒരു കൺഫ്യൂഷനിലേക്ക് എന്ത് ചെയ്യും. ദൈവം എന്നെ വേലയ്ക്കായി വിളിച്ചതാണ്. ദൈവം എന്നോട് പ്രത്യേക ഒരു ദൈവത്തിന്റെ കരുണയുടെ കരമുണ്ട്. ദൈവം എന്നെ ഒത്തിരി സ്നേഹിച്ച വ്യക്തിയാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അതെ ഞാൻ ആകാം ഒരു വിഷമഘട്ടത്തിലേക്ക്. അന്ന് രാത്രി ഞാൻ ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ നീ എന്നോട് ഒരു പ്രാവശ്യം കൂടി സംസാരിക്കും. അങ്ങയുടെ ഇമ്പമുള്ള ശബ്ദം എനിക്ക് കേൾക്കാം. എന്റെ കുടുംബത്തിലെ അവസ്ഥ, എനിക്ക് ജോലിക്ക് പോകേണ്ട ഒരു സാഹചര്യം, എന്നാൽ അങ്ങ് എന്നെ വിടിവിച്ച അവസ്ഥ നോക്കിയാൽ ഞാൻ അങ്ങയുടെ വേല ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടി ദൈവശബ്ദം. അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ട് ദൈവവേലയ്ക്കായി എന്നെ സമർപ്പിച്ചു. ജോലി 1994 ഞാൻ അവിടെ യാത്ര ആരംഭിച്ചു. അങ്ങനെ അന്ന് മുതൽ ഇതുവരെയും എന്റെ ദൈവം എനിക്ക് നല്ലവരും വിശ്വസ്തനുമായി, നല്ല സഖിയായി എന്റെ കൂടെ ഇരുന്ന് ഞാൻ നടത്തുന്ന ഓർത്ത് സ്തോത്രിച്ചു. ഞാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിച്ചു, എന്റെ ഫീസ് ആരുടെ, കാര്യങ്ങൾ എങ്ങനെ പോകും? എന്റെ പിതാവിനെ തന്നു പഠിപ്പിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. എന്റെ കുടുംബത്തിലെ അന്തരീക്ഷം അങ്ങനൊരു അന്തരീക്ഷമല്ല. എങ്ങനെ കാര്യങ്ങൾ പോകും? എന്റെ അന്നത്തെ സഭയിൽ ആ സമയത്ത് എന്റെ പാസ്റ്ററായിരുന്ന പാസ്റ്റർ സേവ്യർ ഹെൻറി, അദ്ദേഹം ഈ കാര്യം കൊല്ലത്ത് ചർച്ചിൽ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു വിശ്വാസിയോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഫീസിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ അതേ നേരത്തെ കൂട്ട് തന്നെ കാര്യം ഞാൻ ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ബൈബിൾ കോളേജ് ചെന്നു. പക്ഷെ എന്റെ ഫീസ് അവിടെ ലഭിച്ചില്ല. എല്ലാവരും ബൈബിൾ കോളേജിൽ എത്തി ആ ദിവസം സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ നിമിഷങ്ങളായിരുന്നു. എന്നെ സംബന്ധിച്ച് അന്ന് ദുഃഖമായിരുന്നു. കാരണം എനിക്ക് നൽകാൻ ഉദ്ദേശിച്ച ആ റൂമിലേക്ക് എനിക്ക് എത്താൻ പറ്റി. എന്റെ ഫീസ് അവിടെ എത്താത്തത് കൊണ്ട് എനിക്ക് ആ റൂമിലേക്ക് എത്താൻ കഴിയാത്ത സ്നേഹത്തോടെയാണ് അവിടുത്തെ ടീച്ചേഴ്സ് എന്നോട് സംസാരിച്ചത്. കുഴപ്പമില്ല, നാളെ ഏത് റൂമിലേക്കാണോ അത് നാളെ അലോട്ട് ചെയ്യും, വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്ന നല്ല ടീച്ചേഴ്സിനെ ഞാൻ അവിടെ കണ്ടു. അങ്ങനെ അന്ന് രാത്രിയിൽ ഏതെങ്കിലും റൂമിൽ പോയി കിടക്കാൻ പോകും. അങ്ങനെ ഞാൻ ഒരു റൂമിലേക്ക് പോയി, അവിടെ ചെന്ന്. പക്ഷെ എനിക്ക് ഉറക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്റെ ഫീസ് ഇതുവരെ ഇവിടെ എത്തിയില്ല. എന്താ സംഭവിച്ചത്, എങ്ങനെ കാര്യങ്ങൾ പോകും എന്നെ വല്ലാതെ ശക്തമായ ദൈവത്തോട് അന്ന് കരഞ്ഞു. ഞാൻ പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങ് എന്നെ രക്ഷിച്ച ദൈവമാണ്, എന്നെ ഇവിടെ കൊണ്ടുപോകുന്ന ദൈവമാണ്, എന്നെ ഇവിടെ ലജ്ജിപ്പിക്കുക.
എനിക്ക് കൊടുത്തു പഠിക്കുവാനുള്ള സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ എങ്കിലും അങ്ങാണ് എന്നെ വിളിച്ചത്, എന്നെ വേലയ്ക്കായി എന്നെ തിരഞ്ഞെടുത്തത്, ഇതുവരെയും എന്നെ നടത്തിയതങ്ങാണ്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഞാൻ പറയട്ടെ, ദൈവം അത്ഭുതം ചെയ്തു. അദ്ദേഹത്തിന്റെ പ്ലാൻ, തോമസ് ഐസക് എന്ന് പറഞ്ഞ കൊല്ലം AG-യിലെ ഒരു വിശ്വാസിയാണ്, സോമച്ചാൻ എന്ന് എല്ലാവരും പറയുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലെ ആഗ്രഹം ഇത്രയുമായിരുന്നു, 1 വർഷത്തേക്ക് ഫീസ് അടയ്ക്കണമെന്നായിരുന്നു. പക്ഷെ അന്ന് രാത്രിയിൽ എന്റെ പ്രാർത്ഥന നിമിത്തം ഞാൻ അടുത്ത ദിവസം അദ്ദേഹത്തെ കാണാൻ ചെന്നു. അദ്ദേഹം കണ്ടു, സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പൈസ ഏൽപ്പിച്ചിരുന്നു, പക്ഷെ അത് അവർക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, 3 വർഷത്തേക്കുള്ള ഫീസ് ഞാൻ ഇപ്പൊ തന്നെ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ 1 വർഷം ഫീസ് അടയ്ക്കാമെന്ന് നിശ്ചയിച്ച അദ്ദേഹം എനിക്ക് വേണ്ടി 3 വർഷത്തേക്കുള്ള ഫീസ് അന്ന് തന്നെ അടയ്ക്കുവാൻ തീരുമാനിച്ചു. എന്റെ ദൈവം എത്രയോ വിശ്വസ്തൻ. ഞാൻ പറയട്ടെ, എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ എന്റെ പ്രിയപ്പെട്ട, ഈ ദൈവം നമ്മെ ഒത്തിരി സ്നേഹിക്കുന്നതില്ല. നാം ചിന്തിക്കും, മുന്നോട്ട് എങ്ങനെയാകും, എങ്ങനെ കാര്യങ്ങൾ നടക്കും, എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവരായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നു, യേശുവിനായി നമ്മെ സമർപ്പിക്കുന്നു, ഈ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ നാം ചിന്തിക്കാത്ത, നാം ഒരിക്കലും നനയ്ക്കാത്ത അത്ഭുതകരമായ വഴി തുറന്ന് എന്നെ മാനിച്ചതുപോലെ എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന മാന്യ സ്നേഹിത, കടന്നു വരും. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിന്റെ അനുഗ്രഹത്തിന്റെ നന്മയുടെ കരം ജീവിതത്തിൽ രുചിച്ചറിയുവാൻ ഇടയായി. അങ്ങനെ ഞാൻ ബൈബിൾ കോളേജിൽ പഠനം ആരംഭിച്ചു, അവിടെ പഠിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും ദൈവം എന്നെ നടത്തുന്നുണ്ടായി. അങ്ങനെ ഗ്രാജുവേഷൻ എത്തി. ആ സമയത്തിൽ ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു, ദൈവമേ, നീ എനിക്കൊരു സ്ഥലം തരണം, ആ സ്ഥലത്ത് ഞാൻ പോയി പ്രവർത്തിക്കും എന്ന് പറഞ്ഞ ദൈവത്തോട് അതെ പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തു. അങ്ങനെ ദൈവം എനിക്ക് തന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ചേർത്തലയ്ക്കടുത്തുള്ള പൂച്ചാക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ദൈവവേലയ്ക്കായി ഞങ്ങളെ അയക്കുന്ന HMC ടീമായിട്ടാണ് അയക്കുന്നത്. 4 പേര് അന്നത്തെ ടീമിൽ ഞങ്ങൾക്ക് ഉണ്ടാകും. അതിൽ ഗ്രാജുവേറ്റ് ചെയ്ത വ്യക്തി മാത്രം 1 മാസം ശേഷം അദ്ദേഹം കണ്ടിന്യൂ ചെയ്യും. ബാക്കിയുള്ളവർ 1 മാസം അദ്ദേഹത്തിന് കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്തതിനു ശേഷം അവർ പിന്നെയും പഠനത്തിനായി. അങ്ങനെ ആദ്യത്തെ 1 മാസം ഞങ്ങൾ ശക്തമായി അവിടെ പ്രവർത്തിച്ചു. അങ്ങനെ അവിടെ പ്രവർത്തിക്കുന്ന ആ സമയത്ത് ആദ്യത്തെ ദിനങ്ങൾ പ്രാർത്ഥനയ്ക്ക് കാര്യമില്ലാത്ത അനുഭവങ്ങളായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന അനുഭവങ്ങളായിരുന്നു. ആ സ്ഥലത്ത് ചെന്ന് തന്നെ ഒരു ദൈവത്തിന്റെ നിയോഗമായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം തന്ന ഒരു സ്ഥലമായിരുന്നു പൂച്ചാക്കൽ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പ്രവർത്തനം ആരംഭിച്ചു. ആദ്യ ദിനങ്ങളിൽ വിശ്വാസികളിലായിരുന്നു. പ്രാർത്ഥനയ്ക്ക് അതേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന അനുഭവങ്ങളിലായിരുന്നു. പക്ഷെ എങ്കിലും അറിയാത്ത കാര്യങ്ങളെ ചെയ്യുന്ന ദൈവം അത്ഭുതകരമായ വഴികളെ തുറക്കുവാൻ ഇടയായി. ഡൽഹിയിൽ വെച്ച് ദൈവത്തെ അറിഞ്ഞ ഒരു സഹോദരൻ ബെന്നി എന്നാണ്. അദ്ദേഹം ഇന്ന് ശക്തനായ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു പാസ്റ്ററാണ്, ബെന്നി പീച്ച്. അങ്ങനെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇനി ഡൽഹിയിലൊന്നും പോകണ്ട എന്ന് ചിന്തിച്ച് ചെറിയ ബിസിനസ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ നാട്ടിൽ ഈ പൂച്ചാക്കലും തൈക്കാട്ട് ശിരായത്തിന്റെ സ്ഥലമായ തൈക്കാട്ട് ശിര അധികം വ്യത്യാസമില്ല, 2 കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രം. അങ്ങനെ ഒരു ദിവസം വഴിയിൽ വെച്ച് ഞാനിങ്ങനെ അവിടെ ഒരു ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഇങ്ങോട്ട് പോകുന്ന ആ സമയത്ത് അദ്ദേഹം ഓടി വന്നിട്ട് എനിക്ക് പ്രൈസറോട് വന്ന്, പാസ്റ്റർ എന്ന് വിളിച്ചു. ഈ നാട്ടിൽ എന്നെ ആരാണ് പാസ്റ്റർ എന്ന് വിളിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിനൊക്കെ എന്റെ പേര് ബെന്നി എന്നാണ്, ഞാൻ ഇതേപോലെ അടുത്തുള്ള സ്ഥലം തൈക്കാട്ടുശ്ശേരിയിലാണ് താമസിക്കുന്നത്, ഞാൻ ഡൽഹിയിൽ വെച്ച് കർത്താവിനെ അറിഞ്ഞതാണ്. പറഞ്ഞു, ഞാൻ ഇവിടെ പ്രവർത്തിക്കാനൊക്കെ വന്ന ആദ്യത്തെ പാസ്റ്റർ. അങ്ങനെയാണെങ്കിൽ പാസ്റ്റർ നാളെ തൊട്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് അടുത്ത വരുന്ന സൺഡേ മുതൽ ഞാൻ പ്രാർത്ഥന. അങ്ങനെ ആ സഹോദരൻ വരുന്ന സൺഡേ മുതൽ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാനും അദ്ദേഹവുമായി കുറേ ദിനങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷെ പറയട്ടെ, ദൈവം ഓരോ ആഴ്ചകളിലും പുതിയ ആൾക്കാർ ദൈവം. അങ്ങനെ ഏകദേശം 5 വർഷത്തോളം, അതിലെ ആദ്യത്തെ 2 വർഷം ഞാൻ അവിവാഹിതനായിട്ടാണ് അവിടെ വർക്ക് ചെയ്തത്. എന്റെ 3ാമത്തെ വർഷം ഞാൻ വിവാഹം. എന്റെ വിവാഹം പോലും അത്ഭുതകരമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ വിവാഹം ചെയ്യാൻ വേണ്ടി ഇരുന്ന വ്യക്തി
അദ്ദേഹത്തോട് ദൈവത്തിന്റെ ആത്മ സംസാരിച്ചു. എന്റെ ഭാര്യ സൗമ്യയോട് ദൈവത്തിന്റെ ആത്മ സംസാരിച്ചു കൊണ്ടത്, പൂച്ചാക്കിൽ പ്രവർത്തിക്കുന്ന ഒരാളിനെ നീ വിവാഹം കഴിക്കും. അദ്ദേഹം കണ്ടിട്ടില്ല, പക്ഷെ ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു കൊടുത്ത് ഏകദേശം ഇന്ന ഒരു വ്യക്തിയാണ് പൂച്ചാക്കിൽ പ്രവർത്തിക്കുന്നത്, അങ്ങനെ ഒരാളുമായിട്ടാണ് നിന്റെ വിവാഹം, അതെ ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ടത്. അങ്ങനെ ഞാൻ ആലപ്പുഴ സെക്ഷനിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും സ്നേഹമുള്ള, എന്നെ ഒത്തിരി കൈത്താങ്ങുന്ന സജി പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരിയുണ്ട്, അവരുടെ മകൻ അതിലത്തെ ഒന്നും കാണാൻ. ഞാൻ പറഞ്ഞ ഇപ്പം കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ചിന്തിച്ച പോകുകയാണ്. അതെങ്കിലും നിർബന്ധിച്ചു, വരാൻ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് കണ്ട് അവർക്കൊന്ന് പ്രാർത്ഥിച്ച് നമുക്കൊന്ന് പോകാം, അപ്പോ ഒന്ന് കാണുകയും കൂടെ ചെയ്യാം. അങ്ങനെ ഞാൻ ചെന്നു, കണ്ടു. എന്നോട് ചോദിച്ചു, അതിനുശേഷം ഞാൻ തിരിച്ചു പോയി. എന്നോട് ചോദിച്ചു എങ്ങനെയാ, എനിക്ക് വിരോധമൊന്നുമില്ല, എന്നാൽ ദൈവത്തിന്റെ ഒരു നടത്തിപ്പായിരുന്നു അതിലും. അദ്ദേഹത്തെ ദർശനത്തിൽ കാണിച്ചു കൊടുത്ത പോലെ ആ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ആ പേരുള്ള അതേ തരത്തിലുള്ള ആളുമായിട്ട് വിവാഹം കഴിക്കുവാൻ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നാം ദൈവത്തിനായി സമർപ്പിക്കുമ്പോൾ നാം പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം, നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവത്തെ നമുക്ക് തിരിച്ചറിയാം. അന്ന് മുതൽ പിന്നീട് ഇങ്ങോട്ട് എപ്പോഴും എല്ലായിടങ്ങളിലും ദൈവ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ അനുഭവിപ്പാറുണ്ട്. അങ്ങനെ ഏകദേശം ആ ദേശത്തെ പ്രവർത്തനങ്ങളിൽ വിശാലമായി 26ഓളം പേർ അവിടെ സ്നാനപ്പെട്ടു കർത്താവിനോട് ചേരുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ആ പ്രവർത്തനത്തിന്റെ വളർച്ച മനസ്സിലാക്കി ഞാൻ അറിയാത്ത പലരും എന്നെ സഹായിപ്പാനിടയായി തീർന്നു. അന്നത്തെ സൂപ്രണ്ടായിരുന്ന PS ഫിലിപ്പ് സാറ് അതിനുള്ള വഴികളെ തുറന്നു തന്നു. അദ്ദേഹം പറഞ്ഞു അവിടെ സ്ഥലം വാങ്ങണം, അതിന് സ്ഥലം മേടിക്കാൻ പറ്റിയ ഒരാള് അതിനുവേണ്ടി തയ്യാറായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിനുവേണ്ടിയുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അങ്ങനെ അവിടെ സ്ഥലം വാങ്ങാനിടയായി. സ്ഥലം വാങ്ങിയതിനു ശേഷം ഏകദേശം കുറച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ പണി തുടങ്ങുവാനുള്ള വഴികളെ ദൈവം. ആ സമയത്താണ് ദൈവത്തിന്റെ ആത്മ എന്നോട് പിന്നെയും ഇടപെടുവാനിടയായി തീർന്നത്. നോർത്ത് ഇന്ത്യയിലേക്കുള്ള വിളി എന്ന ശബ്ദം. ഞാൻ നാട്ടിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, എന്നെ വല്ലാതെ എപ്പോഴും ഹേമിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് വടക്കേ ഇന്ത്യയിലേക്ക് പോയി കർത്താവിന്റെ വേല ചെയ്യണമെന്ന്. പക്ഷേ ഇവിടുത്തെ ഭാഷയോ ഇവിടുത്തെ കാര്യങ്ങളോ ഒന്നും എനിക്കറിയാത്തത് കൊണ്ടും എനിക്ക് കേരളം വിട്ടു വരാനായിട്ട് ഒട്ടും താല്പര്യമില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ദൈവം എന്നെ പിന്നെയും ഇടപെടുവാൻ, എന്നോട് പിന്നെയും സംസാരിക്കുന്നു. അങ്ങനെ ആ ദൈവസത്യത്തിന് മുമ്പ് 5 വർഷത്തിന് ശേഷം ഞാൻ അവിടെ 97-ലാണ് ഞാൻ അവിടെ ചെന്നത്. അവിടെ ഞാൻ 2002 അവിടുന്ന് ഞാൻ ഗുജറാത്തിലേക്ക് യാത്ര ചെയ്തു. ഞാൻ അവിടുന്ന് തിരിക്കുന്ന ആ സമയത്ത് ഈ ദർശനം ഞാൻ കണ്ടു, വേലയ്ക്കാവുള്ള ഹേമം എനിക്കുണ്ടായി. അങ്ങനെ അവിടുന്ന് ഞാൻ തിരിക്കുന്ന ആ സമയത്ത് ഞാൻ ചിന്തിച്ചു, എങ്ങനെയായിരിക്കും കാര്യങ്ങൾ ഇനി പോകുന്നു. ഇവിടെയാണെങ്കിൽ ഒരു നല്ല ചർച്ചുണ്ട്, കൂടുതൽ ആരാധിക്കുവാൻ കുറേ വിശ്വാസികളുണ്ട്. എല്ലാ നിലകളിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലയിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇനി ഇതൊന്നുമില്ലാത്ത ഇടത്തേക്ക്, ഒരു വിശ്വാസി പോലും ഇല്ലാത്ത ഇടത്തേക്ക് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോകുന്നു. ഭാഷ എനിക്കറിയില്ല, എങ്ങനെ എനിക്ക് അവിടെ നിൽക്കാൻ കഴിയും, ആരെന്നെ സഹായിക്കും, അങ്ങനെ 100 ചോദ്യങ്ങൾ എന്റെ മുമ്പിലുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് പറയുന്നത് പോകുന്നു, അവൻ എന്നെ കൈവിട്ടു. അങ്ങനെ ഇവിടെ എത്തി. ആദ്യം ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ബൈബിൾ കോളേജിലെ അല്പ പഠനങ്ങൾ കൂടി ഞാൻ പിന്നെയും ചെയ്തു. ഡൽഹിയിലും ഉദയപൂരിലുമായി 2 വർഷങ്ങൾ പഠനത്തിനായി പിന്നെയും ഉപയോഗിച്ചു. അതിനുശേഷമാണ് ഇവിടെ ഈ പ്രവർത്തനം ഞാൻ ആരംഭിച്ചത്. ഇവിടുത്തെ ആ പ്രവർത്തനത്തിന്റെ ആരംഭ ദിനങ്ങൾ വളരെ ദുഃഖത്തിന്റെ വേദനയുടെ ദിനങ്ങളായി. കാരണം വിശ്വാസികളില്ലാത്ത അനുഭവം. ആദ്യം ഞങ്ങൾക്ക് ചില മലയാളി കുടുംബങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആദ്യത്തെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് സന്തോഷകരമായിരുന്നു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ശൂന്യമാണ്, ആരുമില്ലാത്ത അനുഭവങ്ങളിലേക്ക്.
പ്രാർത്ഥനക്കാരുമില്ല, പ്രവർത്തനങ്ങൾക്ക് ഒരു വിശാലതയില്ലാത്ത അനുഭവങ്ങളിലേക്ക് ഞങ്ങൾ എത്തും. ദുഃഖവും നിരാശയും. എപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് അന്നും ഞങ്ങളോട് സംസാരിച്ചു. അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന ആ സമയം പിന്നെയും ആരുമില്ലാത്ത അനുഭവത്തിലേക്ക് എത്തിയ ദൈവം എനിക്ക് തന്നൊരു വചനമുണ്ട്. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും എന്ന വചനം ഒരു രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. നിരാശ ഒത്തിരി വന്നു. ഇവിടം വിട്ട് പോകാമെന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ഇവിടുത്തെ പ്രവർത്തനം സക്സസ് ആകുന്നു. ഇവിടെ വേണ്ടവണ്ണം നിൽക്കാൻ കഴിയുന്നില്ല. ഇവിടെ ആരും പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല. ഒറ്റപ്പെട്ട അനുഭവം, സാമ്പത്തികമായ ഒത്തിരി പ്രതിസന്ധികൾ, അതെ, എന്നെ പുറകോട്ട് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട്. പക്ഷെ അന്ന് ആ വചനം എനിക്ക് ലഭിച്ചപ്പോൾ, ദൈവശബ്ദം എനിക്ക് കേട്ടപ്പോൾ, ഞാൻ പിന്നെയും ദൈവമുമ്പാകെ എന്നെ സമർപ്പിച്ചു. പിന്നെയും ഞാൻ ദൈവത്തോട് കരയാനും പ്രാർത്ഥിക്കുവാനും. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയം ഒരു മനുഷ്യരോട് ഞാൻ സുവിശേഷം പറഞ്ഞിരുന്നു. പ്രാർത്ഥനയ്ക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. പലരോടും പറയാറുണ്ട്, എന്നാൽ ആരും അത് കാര്യമാണ്. ഒരു ദിവസം ഒരു ഫോൺ കോളും. ആ ഫോൺ കോൾ ഇങ്ങനെയാണ്: നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണല്ലോ, എന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വരാൻ പറ്റും. ഞാൻ പറഞ്ഞു വരാമെന്ന്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഞാൻ ചോദിച്ചു, എന്താ കാര്യമുണ്ട്? അത് ഡോക്ടർ എന്റെ അമ്മയെ അവിടെ നിന്ന് വിട്ടു. ഇനി ചികിത്സ കൊണ്ടൊന്നും നടക്കില്ല, കിഡ്നി ഫെയിൽ ആയിപ്പോയി. ഡോക്ടർ പറയുന്ന ഒന്നീ ഇന്ന് അല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന അനുഭവം. എന്നാൽ ഞങ്ങൾക്കൊത്തിരി ആഗ്രഹമുണ്ട് നിങ്ങളുടെ അമ്മയൊന്നും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട അന്തരീക്ഷം, ആ കട്ടിലിൽ കിടക്കുകയാണ്. ആ വീടിന്റെ പുറത്ത് ഒരു കട്ടിലിൽ കിടക്കുന്നു, കണ്ണടഞ്ഞിരിക്കുന്നു. വന്നവർ കുറേ ആൾക്കാർ, സ്വന്തക്കാരും ബന്ധക്കാരുമായ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ അവർ അവസാനത്തെ തുള്ളി വെള്ളം കൊടുക്കുന്നതാണ്. ചെറിയ ശ്വാസം മാത്രമേ ഉള്ളൂ. കണ്ണടഞ്ഞിരിക്കുന്നു, സംസാരിക്കാൻ കഴിയുന്നില്ല, ഒന്നും കഴിയാത്തൊരനുഭവം. ഇപ്പോൾ അല്ലെങ്കിൽ അല്പനിമിഷം കഴിയുമ്പോൾ ഈ ലോകം വിട്ടുപോകും എന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ഏകദേശം 45-50 വയസ്സുള്ള പ്രായം. ആ സമയം ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പലരും ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന, അന്ന് ആ സമയത്ത് അത്ര നല്ല ഹിന്ദി പറയാനോ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. പക്ഷെ എങ്കിലും എനിക്കറിയാവുന്ന തരത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ എൻ്റെ ആ പ്രാർത്ഥനയിൽ വലിയ ദൈവസാന്നിധ്യമുണ്ടായി. ശക്തമായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ദൈവം എഴുന്നേൽപ്പിക്കണമേ, ദൈവം സൗഖ്യമാക്കണമേ, അങ്ങക്ക് സൗഖ്യമാക്കാൻ കഴിയും എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ പ്രാർത്ഥന തീർന്നു. ആ പ്രാർത്ഥന അവസാനിച്ചു. എന്നാൽ ശരി, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അതുവരെ കണ്ണടഞ്ഞിരുന്ന, അതുവരെ മരണത്തിന്റെ വക്കിലേക്ക് പോയിരുന്ന ആ മാതാവ് കണ്ണു തുറന്നു. മറ്റുള്ളവർ വിചാരിച്ചു അവസാനമായിട്ടുള്ള കണ്ണുതുറപ്പായിരുന്നു. ആംഗ്യ ഭാഷയിൽ എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞു. അങ്ങനെ അവര് ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കണം. അങ്ങനെ ഇരുത്തി. അത് ഒരു ദൈവത്തിനോട്, അത് ദൈവത്തിന്റെ ശക്തിയായിരുന്നു ആ മാതാവിലേക്ക്. പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ ദൈവ സാന്നിധ്യം അവരിലേക്ക് ഇറങ്ങുകയും, ഞാൻ പറയട്ടെ, അതൊരു വലിയ വിടുതലായി മാറി. അതൊരു വലിയ സൗഖ്യമായി മാറി. അതുവരെ സംസാരിക്കാൻ കഴിയാതെ പോരുന്ന, അതുവരെ നടക്കുവാനോ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ ദൈവം മാറ്റുകയാണ്. ഒരു നല്ല ആരോഗ്യവതിയാക്കി ദൈവം മാറ്റി.
നടക്കാൻ തുടങ്ങി. അത് ഓരോ ദിവസവും ജീവിതത്തിൽ വ്യത്യാസം വളരെ പെട്ടെന്ന് ഒരു മെഡിസിൻ കഴിച്ചാൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഭയങ്കരമായ ഒരു ദൈവപ്രവൃത്തിയായിരുന്നു ആ മാതാവിൽ അന്ന് കളിക്കുന്നത്. അങ്ങനെ അധികം താമസിക്കാതെ ഭയങ്കര സൗഖ്യത്തിലേക്ക്. അങ്ങനെ ഈ സൗഖ്യം അവരിവിടെ വന്ന് താമസിക്കുകയായിരുന്നു. 50 കിലോമീറ്റർ ദൂരെ വന്ന് താമസിക്കും. അങ്ങനെ അവരുടെ ഗ്രാമത്തിലൊന്ന് വന്ന ആൾക്കാർക്കെല്ലാം ഇത് മനസ്സിലാകും. ഒരാൾ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഈ സഹോദരി എഴുന്നേറ്റത്. ഇദ്ദേഹത്തിന് സൗഖ്യമുണ്ടായിരുന്നു മനസ്സിലായി. അങ്ങനെ അവരെന്ത് ചെയ്തു? ആ ഗ്രാമത്തിൽ പോയി. ഞാൻ താമസിക്കുന്ന ഇടത്തുനിന്ന് ഏകദേശം 50 കിലോമീറ്റർ ദൂരമാണ് ആ ഗ്രാമം. അങ്ങനെ ആ ഗ്രാമത്തിലുള്ളവർ എന്നെ വിളിച്ചു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഞാൻ ആ ഗ്രാമത്തിൽ പോയി. അങ്ങനെ ഓരോ വീടുകളിലും ഞങ്ങൾ എന്നെ പ്രാർത്ഥിക്കാനായിട്ട് അവർ കൊണ്ടുപോയി. പ്രാർത്ഥിക്കുന്ന വീടുകളിലെല്ലാം ദൈവപ്രവൃത്തി ഉണ്ടായി. ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഗ്രാമത്തിലുള്ളവരായിരുന്നു എൻ്റെ ആദ്യ വിശ്വാസം. അങ്ങനെ ദൈവം ഓരോ ദിവസവും ദൈവസഭയുടെ വളർച്ച, ദൈവസഭയുടെ അതേ ഉന്നതിയിലേക്ക് ദൈവം നടത്തുവാൻ, ദൈവീയ കരം അതേ ഓരോ ദിവസവും വെളിപ്പെടുവാനൊക്കെ. അങ്ങനെ ദൈവസഭ ഓരോ ദിവസവും വളരുവാൻ പുതിയ ഗ്രാമങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു. ഒരു ഗ്രാമം പോലും ഇല്ലാതിരുന്നു, ഒരു വ്യക്തി പോലും ഇല്ലായിരുന്നെങ്കിൽ അനേക ഗ്രാമങ്ങളെ ദൈവം, അനേക വ്യക്തികളെ ദൈവം അനേക യേശുവിനെ ഇന്നിവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഇന്നിവിടെ. ഞാൻ ഗ്രാമങ്ങൾ തോറും ഞങ്ങൾക്ക് പ്രവർത്തനം. ഇതിന്റെ കൂടെ 8ഓളം ദൈവത്തിന്റെ ദാസന്മാർ ഇന്ന് ഞങ്ങളുടെ ബ്രാഞ്ചായിട്ട് വർദ്ധിച്ചു. ഇവരൊക്കെ ഞാൻ നിമിത്ത വിശ്വാസത്തിലേക്ക് വന്നു. ഞാൻ നിമിത്ത കർത്താവിനെയാണ് ശുശ്രൂഷ ചെയ്യുന്നവരായി മാറുവാൻ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വിശാലം. ഞാൻ പറയട്ടെ, ഒരാളെ പോലും സ്നാനപ്പെടുത്തുവാൻ കഴിയുമോ, അല്ലെ ഒരാളെയെങ്കിലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചിന്തിച്ച ഒരു സമയമുണ്ടായിരുന്നു. സകലവും പ്രതികൂലമായിരുന്ന സമയം, സകലവും അതേ എവിടെ ചെന്നാലും അതേ ആരുമില്ലാത്ത ദുഃഖത്തിന്റെ, വേദനയുടെ, നിരാശയുടെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് വളർത്താൻ കഴിയും. അങ്ങനെ ഒത്തിരി ദൈവത്തിന്റെ കരം ഞങ്ങൾക്കായി ചലിച്ചുകൊണ്ടേ, ദൈവപ്രവൃത്തി ഞങ്ങൾക്കായി വെളിപ്പെട്ടുകൊണ്ടേയിരുന്നു. ദൈവം ഞങ്ങളെ അതിശയകരമായി, അത്ഭുതകരമായി ദൈവം. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് ഞങ്ങളുടെ സഭ അല്പം മെച്ചപ്പെട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് എന്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം എന്റെ ജീവിതം. അത് എങ്ങനെയാണ്? എന്റെ മകൻ, അദ്ദേഹം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഈ പട്ടം പറപ്പിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ട്. ഉത്തരായണത്തിന്റെ സമയത്ത് എല്ലാവരും പട്ടം പറപ്പിക്കും. അങ്ങനെ എവിടുന്നോ ഒരു പട്ടം കിട്ടും. ആ കയറ്റുമായിട്ട് ഇദ്ദേഹം ഞങ്ങൾ താമസിക്കുന്ന 2 നില കെട്ടിടത്തിന്റെ മുകളിൽ പോയി. അതെ, ഞാൻ അന്ന് പുറത്തു പോയിരിക്കുന്ന സമയമാണ്. എൻ്റെ വൈഫ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മകൻ ഒറ്റയ്ക്ക് മേളിൽ പോയി പട്ടം പറപ്പിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ പട്ടം പറപ്പിക്കുന്ന ആ സമയത്ത് അവന്റെ പട്ടം അതിന് മുകളിലൂടെ പോകുന്ന ഒരു കമ്പിയിൽ കുരുങ്ങി. അത് എടുക്കാൻ വേണ്ടി, അതിനെ ആ കുരുക്കിൽ നിന്ന് അഴിക്കാൻ വേണ്ടി ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ ആ 2 നില കെട്ടിടത്തിന്റെ സൈഡ് വാളിൽ അവൻ കയറി നിന്ന് അതിനെ എടുക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്തുകൊണ്ടോ അവന്റെ കാല് തെറ്റി. അവൻ അവിടെ 2 നില കെട്ടിടത്തിൽ നിന്ന് മുകളിൽ നിന്നും താഴേക്ക് വീണ സ്ഥലവും സിമെന്റ് ഫ്ലോറാണ്. അങ്ങനെ സിമെന്റ് ഫ്ലോർ, അവന്റെ ആ വീഴ്ചയുടെ ശബ്ദം കേട്ട് എന്റെ ഭാര്യ, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന എന്റെ ഭാര്യ ഓടി വന്ന് നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന എന്റെ മകനെ. അവിടെ ശരീരം, കൈകാലുകൾ അത് വിറയ്ക്കാൻ തുടങ്ങി. എന്ത് ചെയ്യും? ഒറ്റയ്ക്ക് അവനെ പൊക്കാനായിട്ട് കഴിയുന്നില്ല. ഈ ശബ്ദം കേട്ട് പലരും ഓടി വന്നു അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു. അവിടെ ചെന്നപ്പോൾ അതേ ശ്വാസം പോലും ഇല്ലാത്തൊരു അനുഭവം. കൃത്രിമ ശ്വാസം നൽകിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇവിടുന്ന് അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോകണം എന്ന് എന്നെ വിളിച്ചു വരുത്തി. അങ്ങനെ ഞാൻ ഓടിയെത്തി.
എത്തിയപ്പോൾ ഈ കാഴ്ചയാണ്. വളരെ പെട്ടെന്ന് ഒരു സഹോദരൻ തയ്യാറായി ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകും. അല്പശ്വാസം, എന്നാൽ മുന്നോട്ട് പോകും. ഏകദേശം 10 കിലോമീറ്റർ എത്തുന്ന മുമ്പ് തന്നെ അവന്റെ ആ ശ്വാസവും നിലച്ചു. അവന്റെ ശരീരം അതെ തണുക്കാൻ തുടങ്ങി. അവന്റെ ശരീരത്തിൽ നിന്ന് ചൂട് വിട്ടുമാണ്. മരണത്തിലേക്ക് എന്റെ മകൻ. ഞങ്ങൾ ദൈവത്തോട് നിലവിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവമേ, അങ്ങയുടെ വേലയ്ക്കായി ഈ ദേശത്ത് ഞങ്ങൾ വന്നു. അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഈ ദേശത്ത് ഞങ്ങൾ വന്നതാണ്. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഒരു മകനാണ്. ദൈവമേ, ഈ മകന് ഞങ്ങൾക്ക് മടക്കി തരണമേ, അവനെ ഞങ്ങൾക്ക് മടക്കി തരണമേ എന്ന് ഞങ്ങൾ രണ്ടുപേരും വിലപിച്ചു. ഞങ്ങൾ വല്ലാതെ വാവിട്ട് ഞങ്ങൾ കരയുന്ന അനുഭവം. ഞങ്ങൾ ഒത്തിരി കരഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കണ്ണുനീര് കണ്ടത്, ഞങ്ങളെ വാവിട്ട് നിലവിളിച്ച് ആ നിലവിളി കേട്ടത് ആ വണ്ടിയിലേക്ക്, ആ ഒമ്നി വാനിലേക്ക് ദൈവം ഇറങ്ങി വരികയും അതുവരെ അവന്റെ ശരീരത്തെ ചൂട് നഷ്ടപ്പെട്ടു. അവന്റെ ശ്വാസം നിലച്ചിരുന്ന അനുഭവത്തിലേക്ക്, പക്ഷേ അവനിലേക്ക് അതേ വളരെ പെട്ടെന്ന് ശ്വാസം വരാം. അവന്റെ ശരീരം ചൂട് പിടിക്കാൻ അനുഭവത്തിലേക്ക്, അവന് ചെറിയ അനക്കത്തിലേക്ക് ദൈവം. ഞാൻ പറയട്ടെ, കണ്ണുനീര് കാണുന്ന ദൈവം, കരച്ചിൽ കേൾക്കുന്ന ദൈവം, അത് ഞങ്ങളുടെ ആ ദുഃഖത്തിന്റെ വേളയിൽ, ഞങ്ങളുടെ നിരാശയുടെ വേളയിൽ, ഞങ്ങളുടെ മകന്റെ മരണത്തെ അതേ അഭിമുഖീകരിക്കുന്ന ആ വേളയിൽ ഞങ്ങൾ നിലവിളിച്ചപ്പോൾ ഞങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ഞങ്ങളെ അതിനെ സഹായിക്കുന്ന കർത്താവിന്റെ കരം ഞങ്ങൾക്ക് വെളിപ്പെടുവാൻ പറഞ്ഞു. വേണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത്രയും വലിയ ഉയരമുള്ള സ്ഥലത്ത് നിന്ന് വീണത് കൊണ്ട് ഓപ്പറേഷൻ വേണ്ടി വരും. ഓപ്പറേഷനുകൾ ചെയ്യും. അതേ പഴയ ഒരു അനുഭവത്തിലേക്ക് ഈ മകനെ നിങ്ങൾക്ക് ഒരു ലഭിക്കുകയില്ല. ഞാൻ പറയട്ടെ, ഞങ്ങൾ എപ്പോഴും ഈ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, എപ്പോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ സമയത്ത് ഈ മകൻ എപ്പോഴും ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ ഇൻട്രസ്റ്റ്. ഞാൻ പ്രാർത്ഥിച്ചേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ അങ്ങനെ പല പ്രാവശ്യവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഞങ്ങൾ കണ്ണുനീർ കൊടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് അവന്റെ തലയിൽ പഴപ്പുണ്ട്. അവന് വളരെ ഇഷ്ടമായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ മടിയിൽ നിന്ന് കിടക്കുക, ഞങ്ങൾ അടുത്തിരിക്കുക, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവന്റെ കണ്ണിലേക്ക് ഞങ്ങളുടെ കണ്ണുനീര് വീണ നിമിത്തം, ഇത്രയും വലിയ ഉയരമുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് അവൻ വീണതെങ്കിലും അവന്റെ തല പൊട്ടിച്ചെതറാതെ ദൈവം അതിനെ കാത്തു. ദൈവം അതിനെ പരിപാലിച്ചു. അവന്റെ തലമോ കംപ്ലീറ്റ് അതേ ബ്ലഡ് കോട്ടിച്ച അനുഭവം ഉണ്ടായിരുന്നു, രക്തം പിടിച്ച അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ പൊട്ടിത്തെറിക്കാതെ വണ്ണം ദൈവം കാത്തു. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കണ്ണുനീര് അവന്റെ തലയിൽ വീണ നിമിത്തം, ഞങ്ങളുടെ പലപ്പോഴുമുള്ള ഞങ്ങളുടെ നിലവിളി അവന്റെ ഹല്ലേലൂയ അവന്റെ ശരീരത്തിൽ അനുഭവിച്ച നിമിത്തം ഞങ്ങളുടെ കണ്ണുനീര് അവന്റെ തലയ്ക്ക് ഒരു സ്ട്രോങ് ആക്കി മാറ്റുവാണ്. ഇത്രയും വലിയ പൊക്കത്തിൽ നിന്നും, ഇത്രയും വലിയ ഉയരത്തിൽ നിന്നും സിമന്റ് ഫ്ലോറിലേക്ക് വീണിട്ടും ദൈവം പൊട്ടിച്ചതറാതെ വണ്ണം ദൈവനെ സൂക്ഷിച്ചു. ഇന്ന് പകൽ എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എന്റെ പ്രിയ സഹോദരൻ, ഈ ദൈവം വിശ്വസ്തനായി, ഈ ദൈവം ഇങ്ങനെ കരുതും. ഈ ദൈവത്തോട് നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ, യേശുവിനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, യേശുവിന്റെ സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതേപോലെ നമ്മുടെ ദുഃഖവേളകൾ, നമ്മുടെ വേദനയുടെ വേളകൾ കഴിഞ്ഞു എന്ന് നാം ചിന്തിക്കുന്ന ഇടത്ത് ഇനിയില്ല, നഷ്ടപ്പെട്ടു പോയല്ലോ, എന്റെ മകൻ നഷ്ടപ്പെട്ടു പോയല്ലോ, എന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയല്ലോ, എനിക്കുണ്ടായത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന സഹോദരൻ, നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ മടക്കി തരും. നാം കരഞ്ഞാൽ, നാം നിലവിളിച്ചാൽ, നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം, നമ്മുടെ ദുഃഖം അറിഞ്ഞ് നമ്മളിലേക്ക് കടന്നു വരുന്ന ദൈവം നമുക്ക് വേണ്ടി വലിയ ചെയ്യുവാൻ, നിങ്ങൾക്ക് വേണ്ടി വലിയ ചെയ്യും.
എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് പോലെ ഇതിലും വലുത് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ ശക്തൻ. നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനായി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഇതിലും വലുത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾ എന്റെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന സമയത്ത് ദുഃഖത്തിലിരിക്കുന്ന വ്യക്തിയാണ്, വേദനയിൽ ഇരിക്കുന്ന വ്യക്തിയാണ്, വലിയ പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്, കടഭാരത്താൽ നിങ്ങൾ വലയുന്ന വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ ഇനി ജീവിക്കേണ്ട എന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നു, യേശുവിനെ നിങ്ങളെ വ്യത്യാസപ്പെടുത്താൻ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയെ മാറ്റാൻ കഴിയും. ജീവിക്കുന്ന ദൈവമാണ്, സഹായിപ്പാൻ ശക്തനാണ്. യേശുവിനെ കഴിയാത്ത ഒന്നുമില്ല. ഏത് അസാധ്യമായ കാര്യമായാലും, ഏത് ദുഃഖം നിറഞ്ഞ വേളയായാലും, അവിടെ നിങ്ങളുടെ ജീവിതത്തെ സന്തോഷഭരിതരാക്കി മാറ്റുവാൻ, നിങ്ങളുടെ ദുഃഖത്തിൽ നിന്ന് വിടുവിക്കുവാൻ, നിങ്ങൾക്ക് ആശ്വാസവും ബലവും നൽകുവാൻ യേശു മതിയാകുന്ന കാര്യം ഇന്ന് പകൽ നിങ്ങൾ മറന്നുപോകും. അങ്ങനെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവന് ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞു, ഈ ഓപ്പറേഷൻ ശേഷം ഒരുപക്ഷെ ഇവന്റെ കേൾവിക്ക് പ്രശ്നമുണ്ടാകും, ഇവന്റെ കാഴ്ചക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും. ഒരുപക്ഷെ ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരുപക്ഷെ നിങ്ങളുടെ മകൻ ഇനി സംസാരിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയിലേക്ക് വരാം. അങ്ങനെ പലതും ഞങ്ങൾ ദൈവത്തോട് കൂടും. കർത്താവേ, നീ ഞങ്ങൾക്ക് തന്നപ്പോൾ അവൻ നല്ലപോലെ കാണുവാൻ കഴിയുമായിരുന്നു. നീ ഞങ്ങൾക്ക് തന്നപ്പോൾ അവനെ കേൾക്കുവാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. നീ ഞങ്ങൾക്ക് തന്ന ആ സമയത്ത് അവൻ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിലോ ഉള്ള എല്ലാം തികഞ്ഞ ഒരു കുഞ്ഞിനെയാണ് നീ ഞങ്ങൾക്ക് നൽകുന്നത്. ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. നീ ഞങ്ങളോട് കരുണ കാട്ടണമേ, ഞങ്ങളോട് മനസ്സൽക്കണമേ. കേരളത്തിൽ നിന്നും ഞങ്ങളുടെ സ്വന്തം നാട് വിട്ട് ഈ ഗുജറാത്തിന്റെ മണ്ണിൽ മിഷണറിയായിട്ട് വന്നവരാണ് ഞങ്ങൾ. കർത്താവെ, അങ്ങയുടെ നാമം ഉയർത്തുവാൻ വേണ്ടി, അങ്ങയെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ, ഈ നാട്ടിലുള്ള ജനത്തിന് പരിചയപ്പെടുത്തുവാൻ വേണ്ടി വന്നവരാണ്. ഞങ്ങളോട് നീ കരുണ കാട്ടണം, നീ മനസ്സറിയണമേ, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ആദ്യ 5 ദിവസം അവൻ കോമയിലായി. ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. എന്നാൽ 6ാമത്തെ ദിവസം ദൈവന്റെ കണ്ണു ഓപ്പറേഷനുള്ള കാര്യങ്ങളൊക്കെ ദൈവം ക്രമീകരിച്ചു. അങ്ങനെ ഓപ്പറേഷൻ നടക്കുവാൻ ഞാൻ പറയട്ടെ, മരിച്ചു എന്ന് വിലയിരുത്തിയത്, ഇനി ഞങ്ങൾക്ക് ആ മകന് ലഭിക്കില്ല എന്ന് ചിന്തിച്ചത്, ദൈവനെ ഞങ്ങൾക്ക് മടക്കി തരുവാൻ, അവന്റെ കണ്ണ് തുറക്കുവാൻ, അവൻ ഞങ്ങളെ നോക്കുവാൻ, അവൻ ഞങ്ങളെ കാണുവാൻ ഒക്കെ ദൈവം സഹായിച്ചു. അതിനുശേഷം അവൻ ഓപ്പറേഷൻ നടന്ന ശേഷം ഡോക്ടർ ഞങ്ങളുടെ അടുത്തേക്ക് പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചു. മാതാവിന്റെ പേര് ചോദിച്ചു, പിതാവിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും അവൻ ശരി ഉത്തരം പറയണം. അവൻ കേൾവിയുള്ളവനാക്കി മാറ്റി. അവന്റെ സംസാരത്തിൽ അവന് ബുദ്ധിമുട്ടൊന്നും, അവന്റെ ബുദ്ധിക്ക് ഒരു കുറവും. എങ്കിലും ഡോക്ടർ പറഞ്ഞത്, പക്ഷേ നേരത്തെ പഠിച്ചതുപോലെ പഠിക്കാനുള്ള കഴിവൊന്നും ഒരുപക്ഷെ ഉണ്ടാകും. നേരത്തെ പോലെ ഒരു അനുഭവം ഒരുപക്ഷെ നിങ്ങളുടെ മോന് വന്നില്ല എന്ന്. പക്ഷെ ഞാൻ പറയട്ടെ, അവന്റെ ബുദ്ധിക്ക് ഒരു കുറവും, അവന്റെ കേൾവി കുറവുണ്ട്, അവന്റെ സംസാരത്തിന് ഒരു കുറവുമില്ല എന്ന് എങ്ങനെ ദൈവം ഞങ്ങൾക്ക് അവനെ തന്നു, അതേപോലെ ദൈവം ഞങ്ങൾക്ക് അവനെ മടക്കി തരുവാൻ. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരൻ, നമുക്ക് മടക്കി തരും. നമ്മുടെ കഷ്ടങ്ങളെ, നമ്മുടെ നഷ്ടങ്ങളെ നമുക്ക് മടക്കി തരുവാൻ കഴിയും. എന്തൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരുന്നു, ഏതൊക്കെ തരത്തിൽ നിങ്ങൾ ദുഃഖിതരാണ്, അതെല്ലാം മടക്കി തരും. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം അകന്നു മാറിയിരിക്കുന്ന അനുഭവമാണ്. പണ്ട് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു, എന്നാൽ ഇന്ന് ദുഃഖം ഏറി നിൽക്കുന്ന അനുഭവമായിരിക്കാം, നിരാശയേറി നിൽക്കുന്ന അനുഭവമായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നു, എല്ലാം മടക്കി തരുവാൻ ഏതൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതെല്ലാം മടക്കി തരുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. അവനെ കഴിയാത്ത ഒന്നും. ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ അനവധി ദുഃഖങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയിരുന്നു. ഞങ്ങൾ വെള്ളത്തിൽ കൂടി കടന്നുപോയ അനുഭവം ഉണ്ടത്. പക്ഷെ മുങ്ങിപ്പോകാതെ വണ്ണം ദൈവം നദികളിൽ കൂടി കടന്നു പോകേണ്ട അനുഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, താണുപോകാൻ അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ദൈവം നിങ്ങൾ
ഞങ്ങൾ തീയിൽ കൂടി കടക്കേണ്ടി വന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ദൈവജനം പറയുന്ന പോലെ അത്ര പ്രതികൂല സാഹചര്യങ്ങൾ, വേദനയുടെ നിമിഷങ്ങൾ, പക്ഷെ വെന്തുപോകാതെ ഞങ്ങളെ കാത്തു, വെന്തുപോകാതെ വേണം ഞങ്ങളെ സൂക്ഷിച്ച, ഞങ്ങളെ കരങ്ങളിൽ വഹിച്ച, അതേ കയ്യിൽ വഹിച്ച ഒരു നല്ല ആ ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കാൻ, ഇന്നും ആ ദൈവത്തിന് നമ്മെ സഹായിപ്പാക്കും. അങ്ങനെ എൻ്റെ മകൻ ഒരു കുറവുമില്ലാത്തവൻ, ഒരു പ്രശ്നവുമില്ലാത്തവൻ ദൈവം മടക്കി. അവന് വേണ്ടി 3 ഓപ്പറേഷനുകൾ ചെയ്തു. പക്ഷെ എല്ലായിടങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ കൊണ്ട് അവസാനിക്കുന്നു. ഇന്ന് ആ മകൻ അവൻ മെഡിസിന് പഠിക്കത്തക്കവണ്ണം ദൈവന് ബുദ്ധിമുട്ടി. ഇന്ന് ജോർജിയയിൽ 4ാം വർഷ മെഡിസിൻ വിദ്യാർത്ഥി. ഞാൻ പറയട്ടെ, ദൈവം എത്രയോ വിശ്വസ്തമാണ്, എത്രയോ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. കൈവിട്ടതാണ്, നഷ്ടപ്പെട്ടു പോയതായിരുന്നു, ഇനി അതേ ലഭിക്കുക എന്ന് ചിന്തിച്ച ദിനമുണ്ടായിരുന്നു. പക്ഷേ ദൈവം മടക്കി, ദൈവന് ആയുസ് നൽകി, ദൈവം അവന് കഴിവ് നൽകി, ദൈവന് ബുദ്ധി നൽകി, ദൈവന് പഠിക്കുവാനുള്ള അവസരങ്ങളെ ദൈവം ഒരുക്കി. നമ്മുടെ ദൈവത്തിന് സാധ്യമായിട്ടും അവൻ നമ്മുടെ കൂടെ, അവൻ നമ്മുടെ ദുഃഖങ്ങളെയൊക്കെ മാറ്റുവാൻ, നമ്മുടെ നിരാശകളെ മാറ്റുവാൻ, നമ്മുടെ വേദനകളെ മാറ്റുവാൻ, നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റുവാൻ നമുക്ക് വേണ്ടി കരുതുന്ന നല്ല കർത്താവാണ്. അങ്ങനെ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ ദൈവം ഓരോ ദിവസവും കരം പിടിച്ചു. അന്യദേശമാണ്, ഇവിടെ സുവിശേഷത്തെ സ്വാഗതം ചെയ്യുന്നൊരു ജനമാണ്. പ്രാർത്ഥനയോ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളോ ഒന്നും ഇഷ്ടപ്പെടാത്ത ജനങ്ങൾ. ഇവിടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഭയങ്കരമായ അതേ ബുദ്ധിമുട്ടുള്ള കാര്യം കാണിച്ചാൽ ഒരു പ്രതികരണമില്ലാത്ത, പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാത്ത, അത് മാത്രമല്ല പ്രാർത്ഥിക്കുന്നവരെ ഉപദ്രവിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവർക്ക് വീട് കൊടുക്കാത്ത ഒരു ജനം. അങ്ങനെ മാറി മാറി ഇവിടെ വാടക വീട്ടിൽ എനിക്ക് താമസിക്കുന്നു. ഒരു വീട്ടിൽ താമസിക്കുന്ന കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന കാരണം, ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ അനേകർ വരുന്നു എന്ന കാരണം, അങ്ങനെ പല വീടുകൾ മാറി. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് അതേ 4ാമത്തെ സ്ഥലം, 4ാമത്തെ ഇടത്താണ്. ഈ ചുരുങ്ങിയ കാലത്തിനിടയിൽ 4 വീടുകൾ മാറി. പക്ഷെ എങ്കിലും ഇവിടെ ദൈവജനം, ഇവിടെ ഞങ്ങളെ ഉറപ്പിച്ചിരിക്കുന്ന ഓർത്ത് അവിടെ നമ്മളുടെ ഞങ്ങളുടെ പ്രവർത്തന നിമിത്തം ഒരു ദിവസം 36 പേര് ഒറ്റ ദിവസം സ്ഥാനപ്പെടുത്തുവാൻ ദിവസം. ഞാൻ സ്ഥാനപ്പെടുത്തിയ സമയത്ത്, അവസാന സമയത്ത് എത്തുമ്പോൾ ഞാൻ ക്ഷീണിച്ചു പോകുന്ന പോലെ ഇരിക്കും. കാരണം വെച്ചാൽ ഓരോ വ്യക്തികളെ സ്ഥാനപ്പെടുത്തുക എന്നിരിക്കും ആ നിലയിൽ. പക്ഷെ എങ്കിലും ദൈവം എനിക്ക് ബലം നൽകി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, അതേപോലെ ഒരു കൂട്ടത്തെ ദൈവം ഒരു ദിവസം തന്നെ ഇത്രയും പേർ കർത്താവിനെ സാക്ഷീകരിക്കുക, ജനത്തെ സാക്ഷീകരിക്കുന്ന തരത്തിൽ ദൈവം ഞങ്ങളെ ഇവിടെ വിളിച്ചു. അതിനുള്ള കഴിവും അതിനുള്ള മിടുക്കവും ഒന്നും ഞങ്ങൾക്കില്ല. പക്ഷേ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ഞങ്ങളെ അയച്ച ദൈവം, ദർശനം നൽകിയ ദൈവം ഞങ്ങളിലൂടെ ചെയ്തു. അങ്ങനെ 200-ലധികം പേര് ഈ സമയങ്ങളിലായിട്ട് ഞങ്ങൾക്ക് സ്നാനപ്പെടുത്തുവാൻ അവസരം. ഞാൻ പറഞ്ഞതുപോലെ 8 സ്ഥലങ്ങളിൽ വേലകൾ തുടങ്ങുവാൻ വേണ്ടി ഞങ്ങളുടെ തന്നെ വിശ്വാസികൾ പലയിടങ്ങളായി കർത്താവിന്റെ നാമത്തിൽ. അങ്ങനെ ഇന്നും ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓർത്ത്, ദൈവം ഞങ്ങളെ സഹായിക്കുന്ന ഓർത്ത് ഞങ്ങൾ കർത്താവിനെ നന്ദി അറിയിച്ചത്. കാരണം ഞങ്ങൾക്ക് ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്ക് ഫലമായിട്ട് ഇവിടെ അല്പ വസ്തു വാങ്ങുവാനായിട്ട് കർത്താവ് അവസരം ഒരുക്കി. ഇത് ഞങ്ങൾ ഇവിടെ മനോഹരമായ ദൈവസഭ പണിയുവാൻ കർത്താവിന് ആഗ്രഹിക്കുന്നു. ഇതും ദൈവം ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ ഈ ശബ്ദം ശ്രദ്ധിച്ച എല്ലാ എന്റെ പ്രിയപ്പെട്ടവരും ഞാൻ പറയുന്നു, നിങ്ങളുടെ ദുഃഖം ഒരുപക്ഷെ വലുതായിരിക്കും, നിങ്ങളുടെ പ്രശ്നം വലുതായിരിക്കും, നിങ്ങളുടെ പ്രതികൂലം വലുതായിരിക്കാം. പക്ഷെ യേശുവിനായി ജീവിതത്തെ സമർപ്പിക്കുന്നു, യേശുവിനായിട്ട് നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. യേശുവിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റപ്പെടുന്നു, യേശുവിന് നിങ്ങളുടെ ജീവിതത്തിലെ പരിവർത്തനം ചെയ്യുവാൻ, നിങ്ങളുടെ ദുഃഖത്തെ, നിങ്ങളുടെ നിരാശയെ ആനന്ദത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, ഒരു നല്ല ജീവിതത്തിലേക്ക് നിങ്ങൾ മാറ്റി. എന്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിച്ചത്, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചത്, ഓരോ ദിവസവും ദൈവത്തിന്റെ കരുതലുകളെ, ദൈവത്തിന്റെ ആ വലിയ സ്നേഹത്തെ
ഓരോ ദിവസവും ഞങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും. ദൈവം ചെയ്ത നന്മകൾ ഓർത്താൽ നമുക്ക് ഹല്ലേലൂയ നന്ദി പറഞ്ഞിടുവാൻ നാളിത് പോരാ, നാവിത് പോരാ, ആയുസ്സും അത്രത്തോളം ദൈവം ഞങ്ങൾക്ക് നന്മ വെച്ചു. അതെല്ലാം പറയുവാനുള്ള അവസരങ്ങൾ ഇവിടെ ഇല്ല. ഓരോ സമയം കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കുക ചിന്തിച്ച ദിനങ്ങളുണ്ടായി. അത് ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത്, എന്റെ മകൻ ജയിച്ച സമയത്ത് അവിടെ ഉള്ളൊരു അതേ സ്ഥലത്ത് ഞാൻ ചോദിക്കുകയുണ്ടായി, കുഞ്ഞിനെ പഠിപ്പിക്കാൻ എത്ര രൂപ അവിടുത്തെ ഫീസ് ചോദിച്ചു. ഡൊണേഷൻ ആയിട്ട് തന്നെ 25,000 രൂപ കൊടുക്കുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ആ സ്ഥലത്ത് ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കട്ടെ. ഞങ്ങളോട് വന്നപ്പോൾ ഞങ്ങൾ തന്നെ നടത്തുന്ന ഞങ്ങളുടെ സ്ഥാപനത്തിൽ കുഞ്ഞിനെ പഠിപ്പിക്കത്തിൽ ദൈവം എത്രയോ വിശ്വസ്തൻ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെയും ദൈവം ധന്യമാക്കി അനുഗ്രഹിക്കും. നിങ്ങളുടെ പ്രശ്നം ഏതായാലും യേശുവിന് പരിഹരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ യേശു. ഇത്രത്തോളം എന്റെ ശബ്ദത്തെ ശ്രദ്ധിച്ച എല്ലാവർക്കും ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇതിന് അവസരം തന്ന പ്രിയ ബീന സിസ്റ്റർക്കും അതിന്റെ കൂടെ അധ്വാനിക്കുന്ന മറ്റെല്ലാവർക്കും ഹൃദയംഗമായി നന്ദിയെ പ്രകാശിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന് ഇത്രത്തോളം അനുഗ്രഹീതമായ സാക്ഷ്യം നൽകിയതിനായിട്ട് നന്ദി പറയുന്നു. വചനദീപ്തിയുടെ പ്രേക്ഷകരെ, നിങ്ങൾ തീർച്ചയായിട്ടും കുടുംബങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും ഓരോരോ അനുഭവങ്ങൾ നമ്മുടെ നടുവിൽ നല്ല നല്ല അനുഭവ സാക്ഷ്യങ്ങൾ പറയുവാൻ കർത്തൃദാസിദാസന്മാർ കടന്നു വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവരെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. ഇന്ന് പോൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കർത്തൃദാസിനെ കുടുംബത്തെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തന്റെ ദാസിനെ അനുഗ്രഹിക്കണമേ. ആമേൻ. ശാരീരിക മാനസിക ആത്മീയ മേഖലകളിൽ വളരെ അനുഗ്രഹങ്ങളെ നൽകി മാനിച്ചാട്ടെ, ദൈവകൃപ കൊണ്ട് നിറച്ചാട്ടെ. കർത്താവെ, ഇന്ന് പോൽക്കാലം അവരായിരിക്കുന്നിടത്ത് അവരുടെ വേലകളെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നുപോലെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്റെ ദാസനെ അഭിഷിക്തനെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.